ഈ വാഴയിലയിൽ ചോറ് കിട്ടുന്നത് എനിക്ക് ജോലിക്ക് കൊണ്ടുപോകാനൊന്നുമല്ല കേട്ടോ. അമ്മൂസിൻ്റെ സ്കൂൾ തുറക്കുന്നതിന് ഫസ്റ്റ് ഡേ ആണ്. അമ്മൂസ് 5th ക്ലാസ്സിലേക്കായിരിക്കുന്നു. സ്കൂൾ തുറക്കുന്ന തലേദിവസം അമ്മൂസ് പറഞ്ഞിരുന്നു കേട്ടോ, വാഴയിൽ തന്നെ അവൾക്ക് ചോറ് കൊണ്ടുപോകണമെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, വാഴയില കട്ട് ചെയ്തു, ബാക്കിയൊക്കെ സെറ്റ് ചെയ്തു. കൂടെ സപ്പോർട്ടായിട്ട് അമ്മൂസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും കാണുമല്ലോ, പുതിയ ബാഗ്, പുതിയ ബുക്സ്, അതൊന്ന് സെറ്റ് ചെയ്ത് ബാഗിനകത്ത് വയ്ക്കുന്നത്, ആ വീഡിയോസ് അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ബാഗിനകത്ത് വയ്ക്കുന്നതും അവൾ തന്നെയാണ് ഓൺ വോയിസ് ഇട്ടത്. പക്ഷേ ഓൺ വോയിസ് ഞാനത് മാറ്റിക്കളഞ്ഞു. എല്ലാം ബാഗിനകത്ത്. എന്തായാലും ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുമല്ലോ, എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പിന്നെ അവൾക്ക് ഒരുക്കണമായിരുന്നല്ലോ. പിന്നെ ഹെയർ മാത്രം ഞാനൊന്ന് ചീവി കൊടുത്തു. ബാക്കിയൊക്കെ അവൾ തന്നെയാണ് മേക്കപ്പ് ഇട്ടതും ഒരുങ്ങിയതൊക്കെ. അവൾ നന്നായിട്ട് ഒരുങ്ങും കേട്ടോ. അവൾ കൂടുതലൊന്നും പോയിട്ട് പറഞ്ഞതല്ല, എവിടെ പോകാനായാലും അവൾ നന്നായിട്ട് ഒരുങ്ങും. ഞാനൊന്ന് ചെറിയൊരു സപ്പോർട്ട് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അതായത് ഈ വകുപ്പ് എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ സപ്പോർട്ട് ചെയ്താൽ മതി. ബാക്കി അവളെ മേക്കപ്പ് സെറ്റൊക്കെ കൊണ്ട് ഐലൈനറും ഐ ഷാഡോ എല്ലാം ഇട്ട് സെറ്റായിക്കൊള്ളും എൻ്റെ കുട്ടി. മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് എന്തായാലും നമുക്ക് പുതിയ കില്ലിൽ ഫുഡ് വയ്ക്കണമല്ലോ. പിന്നെ അവൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അടുക്കും ചിടാതെ തന്നെ അത് കറക്റ്റായിട്ട് വയ്ക്കണം. കാരണം അവൾക്ക് ഉച്ചയ്ക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടേ. പിന്നെ അവൾ പറഞ്ഞതുപോലെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ വെച്ച കുപ്പി, വെള്ളം, സ്നാക്സ്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഇറങ്ങി. കാരണം ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ. പിന്നെ കൊണ്ടുവിടാമെന്ന് വെച്ച് തിരിച്ചുള്ളെന്തായാലും വാനിൽ വരും, സ്കൂൾ വാനിൽ വരും. ഞങ്ങൾ വിചാരിച്ചു, ഇറങ്ങിയപ്പോൾ തന്നെ നല്ല സൂപ്പർ മഴ, പിന്നെ കാറിൽ പോകാമെന്ന് കരുതി ഇറങ്ങി. എന്തായാലും ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അമ്പലത്തിൽ കൂടെ പോകാമെന്ന്. കാരണം ഇവരുടെ സ്കൂൾ കഴിഞ്ഞിട്ടാണ് അമ്പലം, അതായത് ചെങ്കൽ ശിവപാർവതി ക്ഷേത്രം. ഞങ്ങളങ്ങനെ നേരെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. അമ്മൂസി കോവിൽ പോകണമെങ്കിലൊക്കെ നല്ല ടെൻഷനായിരുന്നു. കാരണം എന്നറിയാമോ, ഇങ്ങോട്ട് വരണ വഴി തന്നെ സ്കൂൾ കഴിഞ്ഞപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു വണ്ടി, മഴയും കൂടെ ആയതുകൊണ്ട്. അപ്പോൾ സ്കൂളിലെത്താൻ ലേറ്റാവും, ഫസ്റ്റ് ഡേ അല്ലേ. ഫസ്റ്റ് ഡേ എല്ലാവരും വന്നതിന് ശേഷം അവൾക്ക് പോകാൻ നല്ല മടിയാണ്. ഫസ്റ്റ് പോയി സീറ്റിൽ പോയി ഇരുന്നിട്ട് ബാക്കിയുള്ളവർ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി നടക്കുന്നതാണേ. അതിനിടയ്ക്ക് എൻ്റെ ഒരു ഫോട്ടോസ് എന്നോടൊപ്പം ആഡ് വന്നു. എങ്ങനെയാണെന്നറിയില്ല, എഡിറ്റ് ചെയ്ത മിസ്റ്റേക്ക് ആയിരിക്കും, ഒന്ന് ക്ഷമിക്കണം കേട്ടോ. സ്കൂളിലെത്തിയപ്പോൾ തന്നെ ഏകദേശം 9 മണിയായി, പ്രേയറിൻ്റെ സമയമായിരുന്നു. ഞങ്ങളങ്ങനെ ലിഫ്റ്റിൽ കയറി. മോളുടെ ക്ലാസ് 3rd ഫ്ലോറിലാണെന്ന് ആദ്യമേ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ 3rd ഫ്ലോറിൽ ഇറങ്ങി ക്ലാസ് കണ്ടു, മാമിനെ കണ്ടു. ഒരു പേടി എന്ന് തോന്നുന്നു മുഖം കണ്ടിട്ട്. ഞങ്ങൾ പിന്നെ അവിടെ 5 മിനിറ്റ് നിന്ന്, കാരണം പ്രെയർ നടക്കുന്ന സമയമായതുകൊണ്ട് സൈലൻ്റായിട്ട് 5 മിനിറ്റ് ഞങ്ങളവിടെ കുറച്ചേരം ഇരുന്ന് മോളെ ക്ലാസ്സിലാക്കിയതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് നേരെ തിരിച്ചു ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്കും ചേട്ടൻ്റെ ജോലി സ്ഥലത്തേക്കും പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗെയ്സ്. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.